ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ആരുള്ള കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിൽ 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചധികം വേണം, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് കൊത്തി അരിഞ്ഞിട്ടുള്ള നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് അതിലെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ ഈ ചൂട് തട്ടി ഒന്നും കൂടി നാളികേരം ഭയങ്കരമായിട്ട് ഡാർക്ക് കളറായി പോവും. അപ്പോൾ നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5-6 വലിയ ചുവന്നുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. അപ്പോൾ ഇതും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ബാക്കി വന്ന വെളിച്ചെണ്ണ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അരി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുള്ള അരിയാണിത്. അപ്പോൾ പച്ചരി എപ്പോഴും നല്ല പച്ചരി ആയിരിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കലത്തപ്പത്തിന്. അപ്പോൾ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും കുതിർത്തി വയ്ക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഇനി 1/2 ഗ്ലാസ് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ അരി അളന്നെടുത്തത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ അല്ലെങ്കിൽ ഏത് കപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അളവുകളെല്ലാം കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ്, 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം 1/2 ഗ്ലാസ് സാധാ വീട്ടിലൊക്കെ കഴിക്കാൻ വേണ്ടി വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് നാളികേരം, 1/2 ഗ്ലാസ് ചോറ്, ഒപ്പം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം ഇതിലേക്ക് ഒരു 3 ഏലക്കായയുടെ ഉള്ളിലത്തെ കുരു മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ നന്നായി അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അരഞ്ഞ് കിട്ടണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ 3 കട്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ അരി അളന്നിട്ടുള്ള ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേഗം തന്നെ ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ശർക്കര നീരിൻ്റെ ചൂട് കൊണ്ട് മാവ് പെട്ടെന്നൊന്ന് കുറച്ച് കുക്കായി പോവും. അപ്പോൾ കുറച്ച് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ശർക്കര നീരും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കലത്തപ്പത്തിന് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ 3 കട്ട ശർക്കര എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പമൊക്കെ കഴിക്കണ ആ ഒരു മധുരം കലത്തപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 കട്ട ശർക്കര എടുക്കാം. പക്ഷേ വളരെ കുറച്ച് മധുരമാണ് ഈ കലത്തപ്പത്തിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ്. ഇപ്പോൾ ശർക്കര നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ആയിരിക്കണം. നല്ല ലൂസായിട്ടാണ് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കിട്ടേണ്ടത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ വലിയ കുക്കറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ നാളികേരവും ഉള്ളിയും മൂപ്പിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ വെളിച്ചെണ്ണ നന്നായി ഒന്ന് എല്ലായിടത്തേക്കും ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നല്ല ഹൈയിൽ വെച്ചിരിക്കണം. കുക്കർ നല്ല ചൂടായിട്ടാണ് ഇരിക്കേണ്ടത്. ഞാനിവിടെ നല്ല നീളത്തിലുള്ള കുക്കറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പരന്നിട്ടുള്ള കുക്കറിനേക്കാൾ നല്ല നീളത്തിലുള്ളതാണ്. കാരണം നമ്മുടെ കലത്തപ്പം ഇതിൽ കനത്തിൽ വരുമ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ കുക്കറിൻ്റെ ഉൾവശം ഇതുപോലെ മടങ്ങിയിരിക്കാതെ പുറമേ കൂടെ മൂടിയുള്ള കുക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ കലത്തപ്പം വെന്ത് കഴിയുമ്പോൾ പുറത്തേക്ക് എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം അതായിരിക്കും. ആ കുക്കർ ഇല്ലാത്തവർ ഇത് എടുത്താലും മതി. അപ്പോൾ വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും നന്നായി ചുറ്റിച്ചതിന് ശേഷം ഫ്ലെയിം നന്നായി കൂട്ടി വെച്ച് ഈ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാക്കണം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായി കൂട്ടി തന്നെ വെക്കുക. അപ്പോൾ ഈ മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരക്കൊത്തും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാവിൽ തന്നെ ഈ നാളികേരക്കൊത്തും ഉള്ളിയും കലക്കുമ്പോൾ ചേർത്തിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിത് വെന്ത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിലായിട്ട് കട്ട് ചെയ്യാൻ കിട്ടും. ഇടയിൽ ഇത് വരുമ്പോൾ കട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരില്ല. പിന്നെ കാണാനും ഒരു ഭംഗി മേലിട്ട് കൊടുക്കുമ്പോഴാണ്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഊരി വെച്ചതിന് ശേഷമാണ് മൂടി വയ്ക്കേണ്ടത്.
അപ്പോൾ ഇനി സമയം നോക്കാം. 1 മിനിറ്റാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യേണ്ടത്. 1 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് കലത്തപ്പം കറക്റ്റായിട്ട് അടിയിലൊന്നും പിടിക്കാതെ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഏറ്റവും ചെറിയ അടുപ്പിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ വെക്കുമ്പോൾ ഉള്ള ഒരു സമയമാണ് ഞാൻ പറയണത്. ഇപ്പോൾ 15ഉം 1ഉം 16 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കലത്തപ്പം ഇപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉള്ളിൽ വെന്തിട്ടുണ്ടെന്ന് അറിയാൻ ഒരു പപ്പടക്കോൽ കൊണ്ട് എങ്ങാനും ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് നമ്മളൊന്നും കൂടി അടച്ച് വെച്ചിട്ട് നന്നായി തണുത്തതിന് കുക്കർ നന്നായി തണുത്തതിന് ശേഷമാണ് പുറത്തേക്ക് എടുക്കുള്ളൂ. അപ്പോഴേക്കും ഉള്ളിൽ കറക്റ്റായിട്ട് വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ നേരത്തെ നല്ല ചൂടോടുകൂടി തന്നെ മൂടി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് കുക്കർ. ഞാനിത് കുക്കർ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടിഭാഗം കുറച്ച് പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി തണുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കലത്തപ്പം കുക്കറിൽ നിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മെല്ലെ മെല്ലെ ഇതിൻ്റെ സൈഡൊന്നും പൊട്ടിപ്പോവാതെ കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു കളർ മാറ്റം വന്നല്ലാതെ ഇത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ആരുകൾ ഇതുപോലെ കാണണം. അപ്പോൾ തന്നെ മനസ്സിലാക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.